പ്രിയരെ നമസ്കാരം. വരാഹ പുരാണത്തിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് മാന്യ ഹൈന്ദവർക്ക് ഹൃദ്യമായ സ്വാഗതം. ബൃഹസ്പതി മഹർഷിയുടെ പ്രഭാഷണങ്ങൾ വസുവിലും രൈമ മഹർഷിയിലും ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് അറിയാൻ പൃഥ്വി ആകാംക്ഷയോടെ കാത്തിരുന്നു. അവൾ ഭഗവാൻ വരാഹത്തോട് ചോദിച്ചു. ബൃഹസ്പതിയുടെ പ്രഭാഷണങ്ങളിൽ ആകൃഷ്ടനായ വസുരാജാവ് തന്റെ ജീവിതകാലം മുഴുവൻ ഭഗവാൻ നാരായണന്റെ സേവനത്തിനായി ചിലവഴിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം തന്റെ മൂത്ത മകനായ വിവസ്മനെ പിൻഗാമിയായി നിയമിച്ച് പുഷ്കര തീർത്ഥത്തിലേക്ക് പോയി. പുണ്ടരീകാക്ഷ സ്തോത്രം ജപിച്ചുകൊണ്ട് അദ്ദേഹം കഠിനമായ തപസ്സിലേർപ്പെട്ടു. ഒരു ദിവസം വസു പുണ്ടരീകാക്ഷ സ്തോത്രം ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിനൊരു അത്ഭുതകരമായ സംഭവം അനുഭവപ്പെട്ടു. നീല നിറമുള്ള ഒരു സത്ത കൈകൾ കൂപ്പി നിൽക്കുന്നതായി സ്വന്തം ശരീരത്തിൽ നിന്ന് പ്രകടമായി. പരിഭ്രാന്തിയാൽ രാജാവ് വസു അപരിചിതനോട് സ്വയം പരിചയപ്പെടുത്തുവാൻ ആവശ്യപ്പെട്ടു. ആ സത്തയപ്പോൾ ഒരു കഥയാണ് വസു രാജാവിനോട് വെളിപ്പെടുത്തിയത്. രാജാവേ, അങ്ങയുടെ രണ്ടാം മുൻജന്മത്തിൽ അങ്ങ് ജനസ്ഥാന്റെ ഭരണാധികാരിയായിരുന്നു. ഒരിക്കൽ നീ വേട്ടയാടലിനായി വനത്തിലേക്ക് പോയപ്പോൾ ഒരു മാനിനെ കണ്ടെത്തിയതിൽ അതിയായി സന്തോഷിച്ചു. ആ മാൻ ഞാനല്ലാതെ മറ്റാരുമല്ല. വാസ്തവത്തിൽ ഞാൻ ഒരു മാനിന്റെ വേഷം പൂണ്ട് വനത്തിൽ അലഞ്ഞു നടക്കുകയായിരുന്നു. അന്ന് നീ ആ മാനിനെ വധിച്ചു. പിന്നീട് ഒരു നിരപരാധിയായ ബ്രാഹ്മണനെ കൊന്നതിന് നീ നിന്നെ സ്വയം ശപിച്ചു. ഈ പാപത്തിൽ നിന്ന് മുക്തി നേടാൻ ഏകാദശി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുകയും ഭഗവാൻ നാരായണനെ പ്രീതിപ്പെടുത്തുവാൻ ഒരു പശുവിനെ ദാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇത്രയും തപസ്സുകൾ അനുഷ്ഠിച്ചിട്ടും മരണസമയത്ത് നാരായണന് പകരം നാരായണി എന്ന നിന്റെ ഭാര്യയുടെ നാമം ജപിച്ചതിനാൽ നിനക്ക് മോചനം ലഭിച്ചില്ല. നിന്റെ ഈ മണ്ടത്തരത്തിനാൽ ഒരു പൂർണ്ണ കൽപ്പത്തോളം വിഷ്ണുലോകം നേടുന്നതിൽ നിന്ന് നിന്നെ ഞാൻ തടഞ്ഞു. പക്ഷേ എന്റെ പ്രതികാര ബുദ്ധിയുള്ള ആത്മാവ് ഭഗവാൻ നാരായണന്റെ സേവകർ പുറത്താക്കുന്നതുവരെ നിന്റെ ആത്മാവിനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷമാണ് നിനക്ക് വിഷ്ണുലോകം നേടാൻ കഴിഞ്ഞത്. നിന്റെ അടുത്ത ജന്മത്തിൽ കാശ്മീരിലെ രാജാവായി നീ ജനിച്ചു. ആ ജന്മത്തിൽ പോലും ഞാൻ നിന്നെ വെറുതെ വിട്ടില്ല. നിന്റെ ശരീരം ഞാൻ സ്വന്തമാക്കി. എന്നെ ഒഴിവാക്കാൻ നീ നിരവധി യജ്ഞങ്ങൾ നടത്തി. പക്ഷേ നീ ചെയ്തിരുന്ന ഒരു ആചാരത്തിലും വിഷ്ണു ഭഗവാന്റെ വിശുദ്ധനാമം ജപിക്കാത്തതിനാൽ നിന്റെ എല്ലാ ശ്രമങ്ങളും വെറുതെയായി. പക്ഷേ ഇപ്പോൾ നീ നിരന്തരം പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനാൽ നിന്റെ ശരീരം ഉപേക്ഷിക്കാൻ ഞാൻ നിർബന്ധിതനാകുന്നു. പുണ്ടരീകാക്ഷ സ്തോത്രം ശ്രവിച്ചതിന്റെ പുണ്യത്താൽ ഞാൻ എൻ്റെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായിരിക്കുന്നു. തന്റെ മുൻ ജന്മങ്ങളെക്കുറിച്ച് വെളിച്ചം വീശിയതിന് രാജാവ് വസു ആ സത്തയോട് നന്ദി രേഖപ്പെടുത്തി. പൊടുന്നനെ സ്വർഗത്തിൽ നിന്ന് ഒരു ദിവ്യ വിമാനം ഇറങ്ങി വന്നു. അതിൽ കയറി രാജാവ് വസു വിഷ്ണു ലോകത്തേക്ക് പുറപ്പെട്ടു. അതേസമയം വസുവിന്റെ സ്വർഗാരോഹണ വാർത്തയറിഞ്ഞ രൈമ്യ മഹർഷി തന്റെ സുഹൃത്തിന്റെ നേട്ടം അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചു. അദ്ദേഹം ഗയയിലെത്തി തന്റെ പൂർവികരുടെ പേരിൽ ശ്രാദ്ധം അനുഷ്ഠിക്കുന്നു. തുടർന്ന് അദ്ദേഹം കഠിനമായ തപസ്സിൽ ഏർപ്പെട്ടു. ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരിൽ ഒരാളായ സനത് കുമാരൻ രൈമന്റെ തപസ്സിൽ സന്തുഷ്ടനായി അദ്ദേഹത്തിന്റെ മുൻപാകെ പ്രത്യക്ഷപ്പെടുന്നു. ഗയയിൽ ശ്രാദ്ധം അനുഷ്ഠിച്ച് തന്റെ പൂർവികരെ മോചിപ്പിച്ചതിന് രൈമനെ അദ്ദേഹം പ്രശംസിച്ചു. തുടർന്ന് അദ്ദേഹം ഗയയിൽ ശ്രാദ്ധം അനുഷ്ഠിക്കുന്നതിന്റെ ഗുണങ്ങൾ വിവരിക്കുകയും അതിനാധാരമായ ഒരു കഥ പറയുകയും ചെയ്തു. വിശാലൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായിരുന്നില്ല. ഒരു ദിവസം അദ്ദേഹം കുറച്ച് ബ്രാഹ്മണരെ സ്വന്തം കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. എനിക്ക് എങ്ങനെ ഒരു മകനെ അടയുവാൻ കഴിയുമെന്നവരോട് ചോദിച്ചു. നിങ്ങളുടെ പൂർവികരുടെ ശാപം നിമിത്തമാണ് നിങ്ങൾക്ക് പുത്രനുണ്ടാകാത്തതെന്ന് ഐക്യകണ്ഠേന എല്ലാ ബ്രാഹ്മണരും വെളിപ്പെടുത്തി. നിങ്ങൾ അവർക്കായുള്ള ശ്രാദ്ധം അനുഷ്ഠിച്ചില്ല. അതിനാൽ അവർ താങ്കളോട് അരിശത്തിലാണ്. ഗയയിൽ പോയി നിങ്ങളുടെ പൂർവികർക്കായുള്ള ശ്രാദ്ധ ചടങ്ങുകൾ നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഒരു മകനെ ജനിപ്പിക്കാൻ കഴിയില്ല. ബ്രാഹ്മണരുടെ നിർദ്ദേശപ്രകാരം വിശാലൻ ഗയയിലേക്ക് പോയി. അദ്ദേഹം ശ്രാദ്ധ ചടങ്ങുകൾ അനുഷ്ഠിച്ച് പൂർവികരുടെ പേരിൽ പിണ്ടദാനം നടത്തി. ആചാരങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരുന്നപ്പോൾ ആകാശത്തു നിന്ന് 3 പുരുഷന്മാർ ഇറങ്ങി വരുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. അവരിൽ ഒരാൾ വെളുത്ത നിറമുള്ളവനും ബാക്കിയുള്ള ഇരുവരും യഥാക്രമം ഗോതമ്പിന്റെ നിറമുള്ളവനും ഇരുണ്ട നിറമുള്ളവനുമായിരുന്നു. വിശാലൻ കൗതുകത്തോടെ അവരോട് അവർ ആരാണെന്ന് ചോദിച്ചു. വെളുത്ത നിറമുള്ള ആൾ മറുപടി പറഞ്ഞു, ഞാൻ നിന്റെ പിതാവാണ്. ഗോതമ്പിന്റെ നിറമുള്ളയാൾ എൻ്റെ പിതാവാണ്. ഞങ്ങളിൽ മൂന്നാമത്തെയാൾ എൻ്റെ മുത്തച്ഛനാണ്. എൻ്റെ പിതാവ് ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ ഒരു ബ്രാഹ്മണനെ കൊലപ്പെടുത്തിക്കൊണ്ട് ഗുരുതരമായ പാപങ്ങൾ ചെയ്തു. എൻ്റെ മുത്തച്ഛൻ എൻ്റെ അച്ഛനേക്കാൾ മോശമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇരുണ്ട നിറം അദ്ദേഹത്തിൻ്റെ ഗുരുതരമായ പാപങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നുമല്ല. അവരുടേതല്ലാത്ത തെറ്റുകൾക്കപ്പുറം നിരവധി നിരപരാധികളായ ഋഷിമാരെ അദ്ദേഹം കൊന്നിട്ടുണ്ട്. നീ അനുഷ്ഠിച്ച ശ്രാദ്ധകർമ്മങ്ങളുടെ പുണ്യത്താൽ ഞങ്ങൾ മൂവരും നന്ദി പ്രകടിപ്പിക്കാൻ വന്നിരിക്കുന്നു. ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് നൽകിയ ജലം ഞങ്ങൾ ആത്മാക്കളാണെങ്കിൽ പോലും നീയുമായി ആശയവിനിമയം നടത്തുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകി. ആ കഥ അവസാനിപ്പിച്ച ശേഷം സനത് കുമാരൻ രൈമ മുനിയോട് പറഞ്ഞു, മറ്റെല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും വെച്ച് ശ്രാദ്ധം അനുഷ്ഠിക്കുന്നതിൻ്റെ ഗുണങ്ങൾ ഗയയിൽ വെച്ച് അനുഷ്ഠിക്കുമ്പോൾ അത് അതുല്യമാകുന്നു.
രൈമ്യമുനി തന്റെ ജീവിതത്തിന്റെ ശിഷ്ടകാലം ഗദാധര ഭഗവാന്റെ ആരാധനയ്ക്കായി സമർപ്പിച്ചു. ഒടുവിൽ ഗദാധര ഭഗവാൻ അദ്ദേഹത്തിന്റെ മുൻപാകെ പ്രത്യക്ഷപ്പെട്ടു. സനകൻ, സനന്ദനൻ തുടങ്ങിയ ഋഷിമാർ വസിച്ചിരുന്ന വാസസ്ഥലത്ത് തനിക്ക് ഒരു സ്ഥാനം നൽകണമെന്ന് രൈമ്യമുനി ഭഗവാനോട് അപേക്ഷിച്ചു. അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗദാധര ഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നു. ഇങ്ങനെ കാരുണ്യവാനായ ഗദാധര ഭഗവാന്റെ അനുഗ്രഹത്താൽ രൈമ്യമുനി ജ്ഞാനോദയം പ്രാപിക്കുകയും ഒടുവിൽ വിഷ്ണുവിന്റെ ദിവ്യമായ വാസസ്ഥലം അടയുകയും ചെയ്തു. വരാഹപുരാണത്തിന്റെ 1-ാം ഭാഗത്തിന്റെ 5-ാം വിഭാഗത്തിൽ മത്സ്യ അവതാരത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഒരിക്കൽ ഭഗവാൻ വിഷ്ണു യോഗനിദ്രയിൽ നിന്ന് ഉണർന്നപ്പോൾ പ്രളയത്തിന്റെ ഫലമായി വേദങ്ങൾ സമുദ്രത്തിൽ മുങ്ങിയതായി അദ്ദേഹം തിരിച്ചറിഞ്ഞു. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വേദങ്ങൾ വീണ്ടെടുക്കാൻ അദ്ദേഹം മത്സ്യമായി അവതരിച്ചു. മത്സ്യഭഗവാൻ സമുദ്രത്തിൽ പ്രവേശിച്ചയുടനെ ഉഗ്രരൂപം പൂണ്ടതിനാൽ ദേവന്മാരെല്ലാം ഭയചകിതരായി. അല്ലയോ നാരായണ, അദൃശ്യനായ ഭഗവാനെ, എല്ലാ ദേവതകളും ഭഗവാൻ മത്സ്യത്തെ സ്തുതിക്കുകയും അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപം വീണ്ടെടുക്കുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഈ പ്രപഞ്ചത്തിലെ ഓരോ കണികയിലും നീ സ്വയം പ്രത്യക്ഷപ്പെടുന്നു. നീ സർവ്വവ്യാപിയാണ്. മറ്റൊന്നും അവശേഷിച്ചിട്ടില്ലാത്ത പ്രളയ സമയത്തും നിലനിൽക്കുന്നവനെ, ഹേ ഈശ്വര, താങ്കളുടെ ഇപ്പോഴത്തെ രൂപം ഞങ്ങളെ ഭയപ്പെടുത്തുന്നു. ദേവതകൾ ഭയന്നിരിക്കുന്നത് കണ്ടപ്പോൾ മത്സ്യഭഗവാൻ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വേദങ്ങൾ വീണ്ടെടുത്ത് വിശ്വരൂപ മത്സ്യത്തിൽ നിന്ന് തന്റെ സ്വതസിദ്ധമായ വിഷ്ണുവിന്റെ രൂപത്തിലേക്ക് മാറി. ഭഗവാൻ വിഷ്ണുവിന്റെ ദിവ്യരൂപം ദർശിച്ച ദേവതകൾ സന്തോഷത്താൽ മതിമറന്നു. വരാഹപുരാണത്തിന്റെ ആദ്യ ഭാഗത്തിലെ 6-ാം വിഭാഗത്തിൽ ദുർജയ രാജാവിനെ കുറിച്ച് വിവരിക്കുന്നു. സത്യയുഗത്തിൽ സുപ്രതികൻ എന്നൊരു രാജാവ് ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് 2 രാജ്ഞിമാരുണ്ടായിരുന്നിട്ടും ഒരു പുത്ര സൗഭാഗ്യം ലഭിച്ചില്ല. ഒരു ദിവസം അദ്ദേഹം ചിത്രകൂട പർവ്വതത്തിന്റെ താഴ്വരയിൽ ആശ്രമ ജീവിതം നയിച്ചിരുന്ന ദുർവാസാവ് മുനിയെ സന്ദർശിക്കാൻ പോയി. ദുർവാസാവിന്റെ സേവനത്തിൽ ഏർപ്പെട്ടു. മുനി രാജാവിനെ അനുഗ്രഹിക്കുകയും ദുർജയൻ എന്ന ശക്തനായ ഒരു മകന്റെ അഭിമാനിയായ പിതാവാകുമെന്ന് പ്രവചിക്കുകയും ചെയ്തു. ദുർവാസാവിന്റെ പ്രവചനം സത്യമായി. സുപ്രതികന്റെ മൂത്ത രാജ്ഞിയായ വിദ്യുത് പ്രഭ ഒരു പുത്രന് ജന്മം നൽകുന്നു. കുഞ്ഞിന് ദുർജയൻ എന്നവർ പേരിട്ടു. കാലക്രമേണ ദുർജയൻ വളർന്ന് സുപ്രതീകന്റെ യോഗ്യനായ പിൻഗാമിയായി. സുപ്രതീകൻ തന്റെ ശിഷ്ടജീവിതകാലം മുഴുവൻ ദൈവസേവനത്തിൽ ചെലവഴിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ചിത്രകൂട പർവ്വതത്തിൽ തപസ് ചെയ്യാൻ പോയി. അതേസമയം ദുർജയ രാജാവ് മറ്റെല്ലാ അയൽരാജ്യങ്ങളെയും കീഴടക്കി സ്വന്തം രാജ്യം വികസിപ്പിച്ചു. നിരവധി ശക്തമായ രാജ്യങ്ങൾ അദ്ദേഹം കീഴടക്കുകയും ഗന്ധർവന്മാർ, കിന്നരന്മാർ, അസുരന്മാർ, ദേവന്മാർ തുടങ്ങിയ പ്രമുഖ യോദ്ധാക്കളായ വിഭാഗങ്ങളെയെല്ലാം പരാജയപ്പെടുത്തുകയും ചെയ്തു. ദേവന്മാരുടെ അധിപനായ ഇന്ദ്രനെ ദുർജയൻ പരാജയപ്പെടുത്തി. സുമേര് പർവ്വതത്തിന് കിഴക്കോട്ട് പ്രപഞ്ചത്തിന്റെ വിവിധ പ്രദേശങ്ങളെ സംരക്ഷിക്കുന്ന പ്രഭുക്കന്മാർ ലോകപാലകരോടൊപ്പം പിൻവാങ്ങുവാൻ നിർബന്ധിതരായി. ദുർജയൻ ലോകപാലകരുടെ അധികാരം തട്ടിയെടുത്തതിന്റെ ഫലമായി ലോകം മുഴുവൻ പ്രക്ഷുബ്ധമാകുന്നു. വിജയികളായ തന്റെ സൈന്യവുമായി ദുർജയൻ തലസ്ഥാന നഗരിയിലേക്ക് മടങ്ങുമ്പോൾ സ്വയം ഋഷിമാരായി സ്വയം വിശേഷിപ്പിച്ച 2 അസുരന്മാരായ വിദ്യുത്, സുവിദ്യുത് എന്നിവരെ അദ്ദേഹം കണ്ടുമുട്ടി. ലോകം സുഗമമായി പ്രവർത്തിക്കുന്നതിന് ബദൽ ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് ആൾമാറാട്ടക്കാർ അഭ്യർത്ഥിച്ചു. യഥാർത്ഥത്തിൽ ലോകപാലകരുടെ അധികാരങ്ങൾ ലഭിക്കണമെന്ന് ആഗ്രഹം ഇരുവർക്കും ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ അക്കാര്യത്തിൽ തങ്ങളുടെ സേവനങ്ങൾ വാഗ്ദാനം ചെയ്തു. അവരുടെ യഥാർത്ഥ വ്യക്തിത്വത്തെക്കുറിച്ച് അറിയാത്ത ദുർജയൻ അവരെ ലോകപാലകരായി നിയമിക്കാൻ സമ്മതിച്ചുകൊണ്ട് തന്റെ തലസ്ഥാന നഗരിയെ ലക്ഷ്യം വെച്ചു. മന്ദരാചല പർവ്വതത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം 2 സുന്ദരികളായ സ്ത്രീകളെ കണ്ടുമുട്ടി. ഇത്രയും വിജനമായ ഒരു സ്ഥലത്ത് അവരെ കണ്ടതിൽ അത്ഭുതം. അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ആശ്ചര്യഭരിതനായി അന്വേഷിക്കവേ 2 സന്യാസിമാർ തങ്ങളുടെ അടുക്കലേക്ക് വരുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. 2 സന്യാസിമാരും ദുർജയനോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ആഗമനോദ്ദേശം എന്താണ്? ദുർജയൻ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ ലോകം മുഴുവൻ കീഴടക്കാൻ പോവുകയാണെന്ന് അവരെ ബോധിപ്പിച്ചു. തുടർന്ന് 2 സന്യാസിമാരും സ്വയം പരിചയപ്പെടുത്തേണ്ട സമയമായി. ഞങ്ങൾ ദേവന്മാരെ വിജയകരമായി പരാജയപ്പെടുത്തിക്കൊണ്ട് അവരുടെ വാസസ്ഥലമായ സുമേരു പർവ്വതത്തിൽ നിന്ന് അവരെ പുറത്താക്കി. അതിനാൽ അവരുടെ രക്ഷയ്ക്കായി എല്ലാ ദേവന്മാരും വിഷ്ണുവിന്റെ സഹായം തേടുകയും വിഷ്ണുവിന്റെ ഉറപ്പ് നേടുന്നതിൽ അവർ വിജയിക്കുകയും ചെയ്തു. പിന്നീട് വിഷ്ണു ഭഗവാൻ ഞങ്ങളെ ആക്രമിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ സൈന്യത്തെയും പരാജയപ്പെടുത്തി. പക്ഷേ അദ്ദേഹം ഞങ്ങളുടെ ജീവൻ അപായപ്പെടുത്തിയില്ല. തുടർന്ന് ഞങ്ങൾ കരുണാമയനായ ഭഗവാൻ വിഷ്ണുവിന്റെ കടുത്ത ഭക്തരായി. ഹേതു അവിടെ കണ്ട സ്ത്രീകളിൽ ഒരാളെ ചൂണ്ടിപ്പറഞ്ഞു, ഇവൾ സുകേശി എൻ്റെ മകളാണ്. അവൾ മിശ്രകേശി പ്രജേതുവിൻ്റെ മകളാണ്. ദയവായി ഞങ്ങളുടെ ഈ സുന്ദരികളായ 2 പുത്രിമാരെയും നിങ്ങളുടെ പത്നിമാരായി സ്വീകരിക്കുക. അവർ അത്യധികം സുന്ദരിമാരായതിനാൽ ഇരുവരെയും വിവാഹം കഴിക്കാൻ ദുർജയൻ ഉടൻ സമ്മതിച്ചു. തുടർന്ന് അദ്ദേഹം സ്വന്തം തലസ്ഥാന നഗരിയിലേക്ക് മടങ്ങി. ദുർജയന് എല്ലാം വളരെ മംഗളകരമായി ഭവിക്കുകയായിരുന്നു. ഒരു നിർഭാഗ്യകരമായ ദിവസം അദ്ദേഹത്തിന്റെ അത്യാഗ്രഹം കാരണം അയാളുടെ പതനത്തിലേക്ക് കൂപ്പുകുത്തി. ആ സംഭവം ഇപ്രകാരമാണ്. ഒരിക്കൽ ദുർജയൻ വേട്ടയാടലിനായി വനത്തിലേക്ക് പോയപ്പോൾ ഗൗർമുഖൻ എന്ന മുനിയെ കണ്ടുമുട്ടി.
ഗൗർമുഖന് എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാൻ കഴിവുള്ള ചിന്താമണി എന്ന ദിവ്യവജ്രം നൽകി ഭഗവാൻ വിഷ്ണു അനുഗ്രഹിച്ചിരുന്നു. ഗൗർമുഖൻ ദുർജയന് അനുഗ്രഹങ്ങൾ നിറവേറ്റുന്ന വജ്രത്തിന്റെ സഹായത്തോടെ രാജകീയമായ ഒരു സൽക്കാരം നൽകി. മുനി ഒരു മായ കാഴ്ച സൃഷ്ടിച്ച് അദ്ദേഹത്തിനും തന്റെ മുഴുവൻ സൈന്യത്തിനും വിവിധതരം വിഭവങ്ങൾ വാഗ്ദാനം ചെയ്തു. എന്ത് വില കൊടുത്തും ചിന്താമണി വജ്രം കൈക്കലാക്കാൻ ദുർജയൻ ആഗ്രഹിച്ചു. അതിനാൽ തന്നെ ഗൗർമുഖനോട് ആ വജ്രം ഉപേക്ഷിക്കുവാൻ പ്രേരിപ്പിക്കുവാനായി തന്റെ മന്ത്രിയായ വീരോചനനെ അയച്ചു. ദുർജയന്റെ ദുരുദ്ദേശത്തെക്കുറിച്ച് അറിഞ്ഞ ഗൗർമുഖൻ കോപാകുലനായി. ദുർജയനോട് ആ വ്യാമോഹം ഉപേക്ഷിക്കുവാൻ വീരോചനനോട് പറയുവാൻ പറഞ്ഞു. എന്നാൽ അത്യാഗ്രഹിയായ ദുർജയൻ അത്ര എളുപ്പത്തിൽ വജ്രം ഉപേക്ഷിക്കില്ലെന്നും ബലപ്രയോഗത്തിലൂടെ ചിന്താമണി സ്വന്തമാക്കാൻ ശ്രമിക്കുമെന്നും ഗൗർമുഖന് നല്ല ധാരണയുണ്ടായിരുന്നു. അതിനാൽ ഒരു വലിയ സൈന്യത്തെ സൃഷ്ടിക്കാൻ ചിന്താമണി വജ്രത്തോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം ദുർജയൻ സേനാധിപതിയായ നീലനോട് എന്ത് വില കൊടുത്തും ചിന്താമണി സ്വന്തമാക്കുവാൻ ഉത്തരവിട്ടു. നീലൻ ധാരാളം സൈനികരുമായി ഉദ്ദേശ കാര്യത്തിനായി പോയി. ഇരു സൈന്യങ്ങളും തമ്മിൽ ഘോര യുദ്ധം നടന്നു. അതിൽ നീലൻ കൊല്ലപ്പെടുകയും അദ്ദേഹത്തിന്റെ സൈന്യം പരാജയപ്പെടുകയും ചെയ്തു. ഒടുവിൽ ദുർജയൻ തന്നെ യുദ്ധത്തിനായി മുന്നോട്ട് വന്നുവെങ്കിലും അയാൾ പോലും പരാജയം രുചിച്ചു. അതിനിടെ മരുമകൻ കുഴപ്പത്തിലാണെന്ന് ഹേതുവും പ്രചേതുവും തിരിച്ചറിഞ്ഞു. അവരുടെ മരുമകന്റെ സഹായത്തിനായി ഒരു വലിയ പടയുമായി ഇരുവരും പുറപ്പെട്ടു. പക്ഷേ അവരുടെ എതിരാളിയുടെ ശക്തിക്ക് മുന്നിൽ അവർ മത്സരിക്കും മുൻപേ ഇരുവർക്കും മൃത്യു വരിക്കേണ്ടി വന്നു. അതേസമയം ഗൗർമുഖ മഹർഷി ആശ്രമത്തിന്റെ കവാടത്തിൽ ഒരു ചെറിയ കൂട്ടം സൈനികരോടൊപ്പം ദുർജയൻ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം വിഷ്ണുവിന്റെ സഹായം അഭ്യർത്ഥിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു. ദുർജയന്റെ ദുരുദ്ദേശത്തിന് തക്കതായ ശിക്ഷ നൽകാൻ ഗൗർമുഖൻ വിഷ്ണുവിനോട് അഭ്യർത്ഥിച്ചു. ഭഗവാൻ വിഷ്ണു തന്റെ സുദർശന ചക്രത്തിനാൽ ദുർജയന്റെ ശിരസ് ഛേദിച്ചു. ദുർജയൻ കൊല്ലപ്പെട്ട സ്ഥലം പിന്നീട് നൈമിഷാരണ്യം എന്ന പേരിൽ പ്രസിദ്ധമായി. ശേഷം ഗൗർമുഖ മഹർഷി യാതൊരു പ്രശ്നവുമില്ലാതെ നൈമിഷാരണ്യത്തിൽ താമസിച്ചു. വരാഹ പുരാണത്തിന്റെ 2ാം ഭാഗത്തിൽ ശ്രദ്ധാചാരങ്ങളുമായി ബന്ധപ്പെട്ട 9 വിഭാഗങ്ങളുണ്ട്. 2ാം ഭാഗത്തിലെ 1ാം വിഭാഗത്തിൽ പിതൃക്കളും ശ്രാദ്ധത്തിന്റെ പ്രാധാന്യവും എടുത്തു പറയുന്നു. ഒരിക്കൽ മാർക്കണ്ഡേയ മഹർഷി ഗൗർമുഖനെ സന്ദർശിക്കുവാൻ നൈമിഷാരണ്യത്തിലെത്തി. ഗൗർമുഖ മഹർഷിക്ക് സ്വന്തം ആശ്രമത്തിലേക്ക് ഇത്രയും പ്രബുദ്ധനായ ഒരു ആത്മാവിന് സന്ദർശിക്കാൻ തോന്നിയതിൽ തന്നെ സന്തോഷം. അവരുടെ സംഗമ ചടങ്ങുകൾ അവസാനിച്ചപ്പോൾ ഗൗർമുഖൻ അദ്ദേഹത്തോട് പൂർവികരുടെ ആദരവും ശ്രാദ്ധാചാരങ്ങളുടെ പ്രാധാന്യവും വെളിച്ചത്ത് കൊണ്ടുവരുവാൻ അഭ്യർത്ഥിച്ചു. മാർക്കണ്ഡേയ മുനി വളരെ വിശദമായി തന്നെ അക്കാര്യം വിവരിക്കുന്നു. ബ്രഹ്മാവ് സപ്തഋഷികളെ സൃഷ്ടിച്ചതിനു ശേഷം തന്നെ ആരാധിക്കാൻ അവരോട് നിർദ്ദേശിച്ചു. പക്ഷേ അവർ വളരെ അഹങ്കാരികളായി സ്വയം ആരാധിക്കാൻ തുടങ്ങി. അതിൽ ബ്രഹ്മാവ് അവരാൽ അപമാനിക്കപ്പെട്ടതായി അദ്ദേഹത്തിന് തോന്നി. അതിനാൽ അവരുടെ എല്ലാ അറിവും നഷ്ടപ്പെടട്ടെ എന്ന് അവരെ ശപിച്ചു. കാലക്രമേണ സപ്തഋഷികൾക്ക് നിരവധി പുത്രന്മാരുണ്ടായി. സപ്തഋഷികളുടെ മരണാനന്തരം എല്ലാ പുത്രന്മാരും അവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കുവാൻ വേണ്ടി ശ്രാദ്ധം അനുഷ്ഠിച്ചു. ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്നും പ്രകടമായതിനാൽ സപ്തഋഷികൾ വൈമാനിക് എന്നും അറിയപ്പെട്ടിരുന്നു. ഗൗർമുഖ മഹർഷി മാർക്കണ്ഡേയന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. ശ്രാദ്ധം അനുഷ്ഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണെന്നും ഓരോ പിതൃക്കൾക്കും ഉണ്ടായിരിക്കേണ്ട ഗണങ്ങളുടെ എണ്ണത്തെക്കുറിച്ചും അദ്ദേഹം ചോദിച്ചു. മാർക്കണ്ഡേയ മുനി മറുപടി പറഞ്ഞു. സ്വർഗത്തിൽ വസിക്കുന്ന പിതൃക്കൾ സോമപിതൃക്കൾ എന്നറിയപ്പെടുന്നു. അവർ എല്ലാ പിതൃക്കളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവർ ഏറ്റവും രുചികരമായ സോമരങ്ങൾ ആസ്വദിക്കുന്നു. അവരുടെ ആയുസ് മുഴുവൻ കൽപ്പകാലം വരെ നീണ്ടു നിൽക്കുകയും അവർ മരുതന്മാരെ ആരാധിക്കുകയും ചെയ്യുന്നു. മരീചി മഹർഷി ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. വൈരജ വിഭാഗത്തിൽപ്പെട്ട പിതൃക്കളെ മരുതഗണങ്ങൾ പോലും ആരാധിക്കുന്നു. സനകൻ പിതൃക്കളുടെ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഈ പിതൃക്കളിൽ ഓരോന്നിനും 7 ഗണങ്ങളുണ്ട്. അതുപോലെ ബസ്വർ എന്നറിയപ്പെടുന്ന പിതൃക്കൾക്ക് സന്താനകം എന്ന ലോകത്തിൽ വാസസ്ഥലമുണ്ട്. ഈ പിതൃക്കളെല്ലാം ബ്രഹ്മവാദികൾ, അതായത് ബ്രഹ്മാവിനെ സാക്ഷാത്കരിച്ച ഒരാൾ ആയതിനാൽ ദേവതകളും ഈ പിതൃക്കളെ ആരാധിക്കുന്നു. ഓരോ 100 യുഗങ്ങൾക്ക് ശേഷവും അവർ സ്വയം പ്രത്യക്ഷപ്പെടുന്നു. ഏത് ജാതിയിൽപ്പെട്ടവരും ഉചിതമായ പരിഷ്കരിച്ച ആചാരങ്ങളോടെയും ബ്രാഹ്മണന്റെ അനുമതിയോടെയും ആദരിക്കപ്പെടുന്ന പിതൃക്കളെ ആരാധിക്കാം. വസു, കശ്യപൻ, മരീചി, സനകൻ തുടങ്ങിയവരാണ് ചില പ്രമുഖ പിതൃക്കൾ. വരാഹപുരാണം 2ാം ഭാഗത്തിലെ 2ാം വിഭാഗത്തിൽ ശ്രാദ്ധം അനുഷ്ഠിക്കുന്നതിന് ഉചിതമായ സമയം ഏതാണെന്ന് വിവരിക്കുന്നു. മാർക്കണ്ഡേയൻ ഗൗർമുഖനോട് പറഞ്ഞു. കാമ്യശ്രാദ്ധ ചടങ്ങുകൾ നടത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇനി പറയുന്ന ഏത് ദിവസത്തിലും അത് ചെയ്യാം. 1 ഉത്തരായനത്തിൻ്റെയോ ദക്ഷിണായനത്തിൻ്റെയോ ആരംഭത്തിൽ, 2 വ്യതിപത് യോഗം നടത്തുന്ന സമയത്ത്, 3 വിഷുയോഗം സംഭവിക്കുന്ന സമയത്ത്, 4 സൂര്യഗ്രഹണങ്ങളുടെയും ചന്ദ്രഗ്രഹണങ്ങളുടെയും സമയത്ത്, 5 ഒരു നക്ഷത്ര സമൂഹത്തിൻ്റെയോ ഗ്രഹത്തിൻ്റെയോ ദുഷ്ടസ്വാധീനത്താൽ വിഷമിക്കുകയാണെങ്കിൽ, 6 പേടി സ്വപ്നങ്ങളാൽ വിഷമിക്കുകയാണെങ്കിൽ,
7 സൂര്യൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് സ്ഥാനം മാറുന്ന സമയത്ത് അനുരാധ, വിശാഖം, ശ്വതി തുടങ്ങിയ വിവിധ നക്ഷത്രങ്ങൾ ശ്രാദ്ധ ചടങ്ങുകൾക്ക് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. പ്രത്യേകിച്ചും അതൊരു അമാവാസിയാണെങ്കിൽ. അത്തരമൊരു ദിവസം നടത്തുന്ന ശ്രാദ്ധം പൂർവികരുടെ ആത്മാവിനെ 8 വർഷത്തേക്ക് ശാന്തമാക്കുന്നു. അതുപോലെ അമാവാസി ദിവസം ഇതിലേതെങ്കിലും ഒന്നുമായ പുഷ്യ നക്ഷത്രമോ പുനർവസു നക്ഷത്രമോ സംയോജിക്കുന്നത് 12 വർഷത്തേക്ക് പൂർവികന്റെ ആത്മാവിനെ ശാന്തമാക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രാദ്ധം അനുഷ്ഠിക്കാൻ വളരെ ശുഭകരമായ മറ്റു ചില ദിവസങ്ങൾ ഇവയാണ്: വൈശാഖ മാസത്തിലെ, അതായത് കന്നിമാസത്തിലെ ശുക്ലപക്ഷത്തിന്റെ 3-ാം ദിവസം, കാർത്തിക മാസത്തിലെ, അതായത് ധനുമാസത്തിലെ ശുക്ലപക്ഷത്തിന്റെ 9-ാം ദിവസം, ഭദ്രപാദ മാസത്തിലെ, അതായത് മേടമാസത്തിലെ അവരുടെ ശുക്ലപക്ഷത്തിന്റെ 13-ാം ദിവസം, മാഘമാസത്തിലെ, അതായത് മിഥുനമാസത്തിലെ അമാവാസി. ശ്രാദ്ധം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷന് ഇപ്പോൾ പറഞ്ഞ ഏതു ദിവസത്തിലും അങ്ങനെ ചെയ്യാം. അയാൾ ഒരു പുണ്യനദിയിൽ കുളിച്ച് തന്റെ പൂർവികർക്ക് തർപ്പണം അർപ്പിക്കണം. വരാഹപുരാണത്തിന്റെ 2-ാം ഭാഗത്തിന്റെ 3-ാം വിഭാഗത്തിൽ ശ്രാദ്ധകൽപ്പത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ശ്രാദ്ധാചാരങ്ങൾക്ക് നേതൃത്വം നൽകാൻ യോഗ്യരായി കണക്കാക്കപ്പെടുന്ന ബ്രാഹ്മണരുടെ തരങ്ങൾ വിവരിച്ചുകൊണ്ട് മാർക്കണ്ഡേയൻ ഗൗർമുഖ മഹർഷിയോട് പറഞ്ഞു: ഇനി പറയുന്ന തരത്തിലുള്ള ബ്രാഹ്മണർ ശ്രാദ്ധം അനുഷ്ഠിക്കാൻ യോഗ്യരാണ്. തൃണചികേതൻ, ത്രിമധു, ത്രിസുപർണയും മറ്റു എല്ലാ വേദങ്ങളിലും പ്രാവീണ്യമുള്ള ബ്രാഹ്മണരും യോഗ്യരാണ്. മരിച്ചയാളുടെ മകൻ, മാതൃ സഹോദരൻ, ചെറുമകൻ അതായത് മകളുടെ മകൻ, അമ്മായിയച്ഛൻ, മരുമകൻ, മാതൃ സഹോദരൻ മുതലായ മരിച്ചയാളുടെ ബന്ധുക്കളിൽ ആർക്കെങ്കിലും ശ്രാദ്ധാചാരങ്ങൾ നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ശ്രാദ്ധ ചടങ്ങുകളിൽ ഇനി പറയുന്ന തരത്തിലുള്ള ബ്രാഹ്മണരെ ഒരിക്കലും ക്ഷണിക്കരുത്. വഞ്ചകനോ ദുഷ്ടനോ ആയ ബ്രാഹ്മണർ, പതിവായി പരദോഷണം പറയുന്നവനോ മോഷണക്കുറ്റം ആരോപിക്കപ്പെടുന്നവനോ ആയ ബ്രാഹ്മണൻ, ശൂദ്ര സ്ത്രീയെ വിവാഹം കഴിച്ച ബ്രാഹ്മണൻ, പുരോഹിതനായി ജോലി ചെയ്ത് ഉപജീവനം കണ്ടെത്തുന്ന ബ്രാഹ്മണൻ എന്നിവരെ ഒരിക്കലും ക്ഷണിക്കരുത്. വരാഹപുരാണത്തിന്റെ 2-ാം ഭാഗത്തെ 4-ാം വിഭാഗത്തിൽ ശ്രാദ്ധ ചടങ്ങിലേക്ക് ബ്രാഹ്മണരെ എങ്ങനെ ക്ഷണിക്കാം എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. എല്ലാ ബ്രാഹ്മണർക്കും ഒരു ദിവസം മുൻപേ ക്ഷണം നൽകണം. ശ്രാദ്ധ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വന്നാൽ അവരെ ബഹുമാനത്തോടെ കാണണം. ചടങ്ങുകൾ നടത്തേണ്ട ബ്രാഹ്മണൻ മറ്റു ബ്രാഹ്മണരുടെ കാലുകൾ കഴുകി അവരോടുള്ള ആദരവ് സ്വയം പ്രകടിപ്പിക്കണം. തുടർന്ന് അച്ചമൻ, അതായത് വായ കഴുകൽ നടത്താൻ അവരെ സഹായിക്കണം. ഒടുവിൽ ചടങ്ങുകൾ പൂർത്തിയായ ശേഷം ക്ഷണിക്കപ്പെട്ട ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകണം. വരാഹപുരാണം 2-ാം ഭാഗത്തിലെ 5-ാം വിഭാഗത്തിൽ ബ്രാഹ്മണരുടെ എണ്ണത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. പിതൃശ്രാദ്ധത്തിന് ക്ഷണിക്കപ്പെട്ട ബ്രാഹ്മണരുടെ എണ്ണത്തെ സംബന്ധിച്ചിടത്തോളം കർശനമായ ഒറ്റ സംഖ്യകളായ 1, 3, 5 എന്നിങ്ങനെ വേദങ്ങൾ നിഷ്കർഷിക്കുന്നു. അതുപോലെ ദേവതകളുടെ ശ്രാദ്ധത്തിനായി ക്ഷണിക്കപ്പെട്ട ബ്രാഹ്മണരുടെ എണ്ണത്തെ സംബന്ധിച്ചിടത്തോളം ഇരട്ട സംഖ്യയായ 2, 4 എന്നിങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു. എന്നാൽ ഇപ്പറഞ്ഞ ബ്രാഹ്മണരെ ക്ഷണിക്കാൻ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2 തരത്തിലുള്ള ശ്രാദ്ധങ്ങൾക്കും ഒരു ബ്രാഹ്മണനെ മാത്രം ക്ഷണിച്ചാൽ മതിയാകും. മുത്തച്ഛന്റെ ശ്രാദ്ധം നടത്തുമ്പോൾ വൈശ്യദേവന്റെ ശ്രാദ്ധം ഒരേ സമയം നടത്തേണ്ടത് നിർബന്ധമാണ്. ദേവതകളുമായി ബന്ധപ്പെട്ട ശ്രാദ്ധ ചടങ്ങിൽ എപ്പോഴും കിഴക്കോട്ട് ദർശനമായി ബ്രാഹ്മണർ ഭക്ഷണം കഴിക്കണം. നേരെ മറിച്ച് പൂർവികരുടെ ശ്രാദ്ധ ചടങ്ങിൽ വടക്കോട്ട് ദർശനമായി വേണം ഭക്ഷണം കഴിക്കാൻ. 6-ാം അധ്യായത്തിൽ ശ്രാദ്ധത്തിന്റെ തരങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയുടെ ഇരിപ്പിടം കുശപ്പുല്ലുകൊണ്ടാണ് നിർമ്മിക്കേണ്ടത്. ഇതിനുശേഷം അദ്ദേഹം ദേവന്മാരെ വിളിച്ച് അവർക്ക് ആരാധ്യ വഴിപാട് നടത്തണം. ദേവന്മാർക്ക് ആരാധ്യ വഴിപാട് അർപ്പിക്കുമ്പോൾ വെള്ളം, വാൽഗോതമ്പ് എന്നിവയോടൊപ്പം ചന്ദനവും ധൂപവർഗ്ഗങ്ങളും സാധാരണയായി ഉപയോഗിക്കുന്നു. ശ്രാദ്ധകർമ്മങ്ങളുടെ മുഴുവൻ സമയത്തും യാഗ്യോപവീതം, അതായത് പൂണൂൽ വിപരീത സ്ഥാനത്ത് ധരിക്കണം. സാധാരണയായി ധരിക്കുന്നത് പോലെ ഇടതു തോളിന് കുറുകയാകരുത്, വലതു തോളിന് കുറുകയാവണം. പൂർവികരുടെ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുമ്പോൾ എള്ളുപോലുള്ള വസ്തുക്കൾ വഴിപാടായി നൽകുമ്പോൾ വെള്ളവും കുശപ്പുല്ലും സാധാരണയായി സമീപത്ത് ഉണ്ടാകാറുണ്ട്. 2-ാം ഭാഗത്തിലെ 7-ാം വിഭാഗത്തിൽ ശ്രാദ്ധമന്ത്രത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ശ്രാദ്ധ ചടങ്ങിന് ബ്രാഹ്മണർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തിന് സമീപം എള്ള് വിതറുന്നത് പതിവാണ്. ശ്രാദ്ധ ചടങ്ങുകൾ നടത്തുന്നയാൾ അവർ കഴിക്കുന്ന ഭക്ഷണം യഥാർത്ഥത്തിൽ പൂർവികരെ തൃപ്തിപ്പെടുത്തുന്നതായി സങ്കല്പിക്കണം. രക്ഷോധന മന്ത്രം ജപിക്കുന്നത് നിർബന്ധമാണ്. 2-ാം ഭാഗത്തിലെ 7-ാം വിഭാഗത്തിൽ പിണ്ടദാനത്തിന്റെ ആചാരങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. പിണ്ടദാനവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുടെ ഒരു പ്രധാന സവിശേഷത എള്ള്, വെള്ളം എന്നിവയുടെ രൂപത്തിൽ ഉദകത്തിന് സമർപ്പിക്കണം. മരിച്ചുപോയ പിതാവിന്റെ പേരിലും പിന്നീട് മുത്തച്ഛന്റെയും മറ്റു പൂർവികരുടെയും പേരിലും തെക്ക് അഭിമുഖമായി വച്ചിരിക്കുന്ന കുശപ്പുല്ലിൽ പിണ്ടം അർപ്പിക്കുന്നു എന്നത് മറ്റൊരു പ്രധാന കാര്യമാണ്. 2-ാം ഭാഗത്തിന്റെ 9-ാം വിഭാഗത്തിൽ ബലി വൈശ്വദേവ ആചാരങ്ങളാണ്. ശ്രാദ്ധ ചടങ്ങിന്റെ അവസാനമാണ് ബലി വൈശ്വദേവ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത്. തുടർന്ന് ക്ഷണിക്കപ്പെട്ട എല്ലാ അതിഥികളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വ്യക്തി ഇരിക്കണം. പൂർവികരുടെ പേരിൽ ശ്രാദ്ധം അനുഷ്ഠിക്കുകയും അത്തരമൊരു മനുഷ്യന്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുകയും ചെയ്താൽ അവർ തൃപ്തരാകും. ശ്രാദ്ധ ചടങ്ങുകളിൽ കറുത്ത എള്ള്, കുതുപ്പ് എന്ന ശുഭമുഹൂർത്തം, ചെറുമകൻ അതായത് മകളുടെ മകൻ എന്നീ 3 കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. വെള്ളി ദാനം ചെയ്യുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു.
ശ്രാദ്ധ ചടങ്ങുകൾ നടത്തുന്ന ഒരാൾ മുഴുവൻ ചടങ്ങും പൂർത്തിയാകുന്നതുവരെ തൻ്റെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങരുത്. പ്രിയ ഹൈന്ദവരെ, വരാഹപുരാണത്തിൻ്റെ 2ാം ഭാഗം ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. 3ാം ഭാഗത്തിൽ വിവിധ ദേവതകളുടെ ആവിഷ്കാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി കണ്ടുമുട്ടാം. ഇപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുതേ പ്രിയ സുഹൃത്തുക്കളെ.